നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുന്നത് സ്നേഹം കൊണ്ടാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടാകും. എന്നാൽ ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ആത്മഹത്യയാണ്. നിങ്ങൾ ഇതിനെ നന്മ എന്ന് വിളിക്കുന്നു. പക്ഷെ സത്യത്തിൽ ഇത് നിങ്ങളുടെ ജീവിതത്തെ സാവധാനം നശിപ്പിക്കുന്ന ഒന്നാണ്. ലോകപ്രശസ്ത ചിന്തകനായ ചാണക്യൻ 500 വർഷങ്ങൾക്കു മുമ്പ് ഒരു ക്രൂരമായ സത്യം പറഞ്ഞു: നമുക്കെല്ലാവരെയും രക്ഷിക്കാൻ കഴിയില്ല. അതിലുപരി എല്ലാവർക്കും രക്ഷപ്പെടാൻ താൽപ്പര്യവുമില്ല. ചില ആളുകളുണ്ട്, അവർ ഒരു കുഴിയിൽ വീണുകിടക്കുമ്പോൾ നമ്മൾ കൈ നീട്ടിക്കൊടുത്താൽ അവർ കയറിവരില്ല. പകരം നമ്മളെ കൂടി ആ കുഴിയിലേക്ക് വലിച്ചിടും. നിങ്ങൾ മുങ്ങിത്താഴുമ്പോൾ നിങ്ങളുടെ മുകളിൽ ചവിട്ടി നിന്ന് അവർ ശ്വസിക്കും. നിങ്ങളുടെ ജീവിതത്തിലും അങ്ങനെയുള്ളവർ ഉണ്ടോ? എപ്പോഴും പ്രശ്നങ്ങളിൽ മാത്രം കഴിയുന്ന സുഹൃത്ത്, നിങ്ങളുടെ സമാധാനം നശിപ്പിക്കുന്ന പങ്കാളി, നിങ്ങളുടെ പണവും ഊർജ്ജവും കവർന്നെടുക്കുന്ന ബന്ധു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ അകറ്റി നിർത്തേണ്ട, ഒരിക്കലും രക്ഷിക്കാൻ ശ്രമിക്കരുതാത്ത 6 തരം ആളുകളെക്കുറിച്ചാണ്. ഇത് ക്രൂരതയല്ല, ഇത് നിങ്ങളുടെ അതിജീവനമാണ്. 1. നന്ദിയില്ലാത്ത അഗാധഗർത്തങ്ങൾ. ഇവർ ഒരു പ്രത്യേക തരം ആളുകളാണ്. നിങ്ങൾ എന്ത് ചെയ്തു കൊടുത്താലും ഇവർക്ക് തികയില്ല. നിങ്ങൾ പണം നൽകിയാൽ അവർക്ക് കൂടുതൽ വേണം. നിങ്ങൾ സമയം നൽകിയാൽ അവർക്ക് മുഴുവൻ സമയവും വേണം. ഇവർ നിങ്ങളുടെ ദയയെ ഒരു അവകാശമായിട്ടാണ് കാണുന്നത്. നീ എന്നെ സഹായിക്കേണ്ടവനാണ് എന്ന മനോഭാവം. നിങ്ങൾ 10 തവണ സഹായിച്ചിട്ട് 11ാമത്തെ തവണ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇവർ നിങ്ങളെ ലോകത്തെ ഏറ്റവും വലിയ ശത്രുവായി പ്രഖ്യാപിക്കും. ഇവർക്കെത്ര കൊടുത്താലും ആ പാത്രം നിറയില്ല. കാരണം അവരുടെ ഉള്ളിൽ നന്ദി എന്നൊരു വികാരമില്ല. ഇങ്ങനെയുള്ളവർക്കു വേണ്ടി നിങ്ങളുടെ സമാധാനം കളയരുത്. 2. സ്വന്തം ജീവിതം തകർക്കുന്നവർ. ചിലരുടെ ജീവിതം ശ്രദ്ധിച്ചിട്ടുണ്ടോ? എപ്പോഴും എന്തെങ്കിലും ഒരു വലിയ പ്രശ്നം അവിടെയുണ്ടാകും. ഒന്നിനു പുറകെ ഒന്നായി ദുരന്തങ്ങൾ. ജോലി പോകുന്നു, കടം കൂടുന്നു, വീട്ടിൽ വഴക്കാകുന്നു. ആദ്യം കാണുമ്പോൾ നമുക്ക് വലിയ വിഷമം തോന്നും. നമ്മൾ അവരെ പണം നൽകി സഹായിക്കും, നല്ല ഉപദേശം കൊടുക്കും. കുറച്ചു ദിവസമെല്ലാം ശരിയാകും. പക്ഷേ വീണ്ടും പഴയതുപോലെ തന്നെയാകും. സത്യത്തിൽ ഇവർ നിർഭാഗ്യവാന്മാരല്ല, മറിച്ച് സ്വന്തം തീരുമാനങ്ങൾ കൊണ്ട് ജീവിതം തകർക്കുന്നവരാണ്. ഇവർക്ക് അച്ചടക്കമില്ല, ഉത്തരവാദിത്തമില്ല. ഇങ്ങനെയുള്ളവരെ സഹായിക്കാൻ ചെന്നാൽ അവരുടെ പ്രശ്നങ്ങൾ നിങ്ങളുടെ കൂടി പ്രശ്നങ്ങളായി മാറും. ഓർക്കുക, ഒരു മുങ്ങുന്ന കപ്പലുമായി നിങ്ങളുടെ ബോട്ടിനെ കൂട്ടിക്കെട്ടിയാൽ നിങ്ങളും മുങ്ങും. അവരെ അവരുടെ വഴിക്ക് വിടുക. ജീവിതം നൽകുന്ന പാഠങ്ങൾ അവർ പഠിക്കട്ടെ. 3. ചിരിച്ചുകൊണ്ട് ചതിക്കുന്നവർ. ഇവർ നിങ്ങളുടെ കൂടെ തന്നെയുണ്ടാകും. നിങ്ങളുടെ നല്ല സുഹൃത്തായി അഭിനയിക്കും. പക്ഷെ നിങ്ങളുടെ വളർച്ചയിൽ ഇവർക്ക് വലിയ അസൂയയാണ്. നിങ്ങളൊരു പുതിയ ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ ഒരു പുതിയ ജോലിക്ക് ശ്രമിക്കാനോ പോകുമ്പോൾ ഇവർ വരും. എന്നിട്ട് വളരെ സ്നേഹത്തോടെ പറയും: വേണ്ട, ഇപ്പോൾ സമയം ശരിയല്ല, നിനക്കത് ചെയ്യാൻ കഴിയില്ല, എനിക്ക് നിന്റെ കാര്യത്തിൽ പേടിയുണ്ട് എന്നൊക്കെ. സ്നേഹം അഭിനയിച്ച് നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. ഇവർ നിങ്ങളുടെ കൂടെ നടക്കുന്നത് നിങ്ങളെ സഹായിക്കാനല്ല, മറിച്ച് നിങ്ങൾ വളരുന്നത് തടയാനാണ്. ഇവരോട് നിങ്ങളുടെ പ്ലാനുകൾ ഒരിക്കലും പറയരുത്. 4. എപ്പോഴും ഇരവാദം പറയുന്നവർ. ലോകത്തിലെ ഏറ്റവും വലിയ ആയുധമാണ് സഹതാപം. അത് ഉപയോഗിക്കുന്നവരാണ് ഇവർ. എല്ലാവരും എന്നെ ചതിച്ചു, വിധി എനിക്കെതിരാണ്, ഞാൻ പാവമാണ്. ഇതൊക്കെയാണ് ഇവരുടെ സ്ഥിരം സംസാരം. യഥാർത്ഥത്തിൽ ഒരു പ്രശ്നത്തിൽപ്പെട്ട ആൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും. എന്നാൽ ഇവർക്ക് രക്ഷപ്പെടാൻ താൽപ്പര്യമില്ല. അവർക്ക് ആ പ്രശ്നത്തിൽ തന്നെ ഇരിക്കാനാണ് ഇഷ്ടം. എങ്കിൽ മാത്രമേ മറ്റുള്ളവരുടെ ശ്രദ്ധയും സ്നേഹവും ഇവർക്ക് കിട്ടുകയുള്ളൂ. നിങ്ങൾ അവരെ രക്ഷിക്കാൻ എത്ര കഷ്ടപ്പെട്ടാലും അവർ രക്ഷപ്പെടില്ല. കാരണം ആ പരാതികളാണ് അവരുടെ മൂലധനം. ഇത്തരം ആളുകളുടെ കൂടെ നിന്നാൽ നിങ്ങൾ എപ്പോഴും കുറ്റബോധത്തോടെ ജീവിക്കേണ്ടിവരും. 5. ഉപദേശം കേൾക്കാത്ത അഹങ്കാരികൾ. ചില ആളുകളുണ്ട്, അവർ വലിയ തെറ്റുകൾ ചെയ്യും. നമ്മൾ അത് തിരുത്താൻ ചെന്നാൽ അവർ സമ്മതിക്കില്ല. എനിക്ക് എല്ലാം അറിയാം എന്ന ഭാവമായിരിക്കും അവർക്ക്. യുക്തിയോ ബുദ്ധിയോ ഇവർക്ക് മനസ്സിലാകില്ല. ഒരേ തെറ്റുകൾ തന്നെ അവർ ആവർത്തിച്ചുകൊണ്ടിരിക്കും. അവരെ തിരുത്താൻ നോക്കുന്നത് നിങ്ങളുടെ സമയവും ഊർജ്ജവും വെറുതെ കളയുന്നതിന് തുല്യമാണ്. ജീവിതത്തിൽ നിന്ന് വലിയ അടികൾ കിട്ടുമ്പോൾ മാത്രമേ ഇവർ പഠിക്കൂ. അതുകൊണ്ട് അവർ തകർന്നു വീഴുന്നത് നോക്കി നിൽക്കുക എന്നതേ നമുക്ക് ചെയ്യാനുള്ളൂ. 6. തേൾ സ്വഭാവമുള്ളവർ. നിങ്ങൾ തേളിന്റെയും തവളയുടെയും കഥ കേട്ടിട്ടുണ്ടോ? പുഴ കടക്കാൻ സഹായിച്ച തവളയെ തേൾ കുത്തി. രണ്ടുപേരും മുങ്ങിത്താഴുമ്പോൾ തവള ചോദിച്ചു, നീ എന്തിനാണിത് ചെയ്തത്? തേൾ പറഞ്ഞു, എന്ത് ചെയ്യാൻ കുത്തുക എന്നത് എന്റെ സ്വഭാവമാണ്. ചില ആളുകളിങ്ങനെയാണ്. അവർ നിങ്ങളെ ചതിക്കും, കള്ളം പറയും, എന്നിട്ട് കാലുപിടിച്ച് മാപ്പും പറയും. നിങ്ങൾ അവരോട് ക്ഷമിക്കും. കുറച്ചു കഴിയുമ്പോൾ അവർ വീണ്ടും നിങ്ങളെ ചതിക്കും. ചതി എന്നത് അവരുടെ രക്തത്തിലുള്ളതാണ്. ഇങ്ങനെയുള്ളവർക്ക് രണ്ടാമതൊരവസരം നൽകുന്നത് നിങ്ങളെത്തന്നെ നശിപ്പിക്കുന്നതിന് തുല്യമാണ്.
നിങ്ങളുടെ സമയവും സമാധാനവും വളരെ വിലപ്പെട്ടതാണ്. അത് അർഹതയില്ലാത്തവർക്കു വേണ്ടി പാഴാക്കരുത്. മറ്റുള്ളവരെ സഹായിക്കുന്നത് നല്ലതാണ്, പക്ഷേ അത് സ്വന്തം ജീവിതം നശിപ്പിച്ചുകൊണ്ടാകരുത്. നിങ്ങൾ ഒരു ലൈറ്റ് ഹൌസ് പോലെയാകുക. അത് ഒരേ സ്ഥലത്ത് ഉറച്ചുനിന്ന് വെളിച്ചം നൽകുന്നു. രക്ഷപ്പെടാൻ ആഗ്രഹമുള്ളവർ ആ വെളിച്ചം നോക്കിവരും. അല്ലാതെ കടലിൽ മുങ്ങുന്നവരെയെല്ലാം രക്ഷിക്കാൻ ചാടിയാൽ നിങ്ങളും മുങ്ങിപ്പോകും. ഈ പറഞ്ഞ 6 കൂട്ടരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്തുക. അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാനും നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നവർക്കു വേണ്ടി സമയം കണ്ടെത്താനും കഴിയൂ.